എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് താളിപ്പൊടി എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഒരുപാട് പേര് കമൻസിൽ പറഞ്ഞായിരുന്നു താളി പൗഡർ എങ്ങനെയാണ് ചെയ്യണതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ പൗഡർ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ വരെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ കറിവേപ്പില ഉപയോഗിച്ച് മാത്രമാട്ടോ താളിപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളതിന് ആവശ്യമായിട്ടുള്ള കറിവേപ്പില എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കറിവേപ്പില നമുക്ക് എടുക്കാം. ഇത് നന്നായിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഉണങ്ങിയെങ്കിൽ മാത്രമാണ് നമ്മളത് പൊടിച്ച് കഴിയുമ്പോൾ നല്ല പൗഡറായിട്ട് കിട്ടുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കറിവേപ്പിലയുടെ കൂടെ തന്നെ നമുക്ക് മുരിങ്ങയിലയും കൂടി ചേർക്കാവുന്നതാണ്. എന്നിട്ട് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കിതുപോലെ ഉണക്കിയെടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ കറിവേപ്പില മാത്രമാണ് എടുക്കുന്നത്. ഇനി നന്നായിട്ട് ഉണങ്ങി വന്നതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതലും നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നതിന് പകരം കഞ്ഞിവെള്ളം ചേർത്തിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ട് ആ ഒരു പേസ്റ്റ് കിട്ടാനായിട്ട് നല്ലതാണ്. നമുക്ക് കുറേ നാൾ വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ കൂടുതലും കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഈ പൗഡറും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അല്ല, ഇനി കഞ്ഞിവെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് പൗഡറായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക്